ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങൾ ഒന്ന് പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതായത് ഗ്രോസറി പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പഴയ വീട്ടിലാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഗ്രോസറിയൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വരുമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എങ്ങനെയാണ് അടുത്തൊക്കെ ഗ്രോസറീസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ ലുലു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ്സ് പോയിട്ടുണ്ടെങ്കിൽ ലുലു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ലുലു തന്നെ പർച്ചേസ് ചെയ്യാന്നുള്ളത്. പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വന്നാൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമേ വരില്ല. കാരണം ഇവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങളൊരു മാങ്ങ മേടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും 4 വെറൈറ്റി ടൈപ്പ് ഓഫ് മാങ്ങയായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. നാട്ടിൽ പോലും ഞാൻ ഇത്രയും വെറൈറ്റീസ് കണ്ടിട്ടില്ല. മെയിൻലി ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ നമ്മൾ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥാനങ്ങളിലേക്കും ജസ്റ്റ് ഒന്ന് പോയി നോക്കുമല്ലോ. അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്ക് ഏകദേശം 2-2.5 മണിക്കൂർ ലുലുവിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പേരുകളൊക്കെ നോക്കി വായിച്ച് വരാൻ തന്നെ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സിന്റെ പർച്ചേസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല അതിന്റെ കൂടെ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് നിങ്ങൾ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീറ്റൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള മീറ്റാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ 2-3 സ്ഥലത്ത് വേറെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലുലുത്തെ മീറ്റാണ് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള മീറ്റ്. പിന്നെ കുറച്ച് ഇൻസ്റ്റൻറ്റ് സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രസഗുല അത് അർജുന് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. അതിനുശേഷം നമ്മളിതാ കാറിലേക്ക് എല്ലാം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ പണ്ടത്തെ വീട്ടിലാകുമ്പം ഞങ്ങൾ ഡെലിവറി ആയിരുന്നു കേട്ടോ ഓപ്റ്റ് ചെയ്യാറുള്ളത്. കാരണം നമുക്ക് കാർ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട് നമ്മൾ അപ്പാർട്ട്മെന്റ് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേക്കും 2 വീക്സിലേക്കൊക്കെ ഉള്ള സാധനങ്ങളാണ് മേടിക്കുക. അപ്പം അത്രയും അധികം സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ഡെലിവറി ആണ്. ഇപ്പം നമ്മൾ ലുലുവിൻ്റെ ആപ്പ് നോക്കിയപ്പോഴത്തേക്കും ഡെലിവറി ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ തലേ ദിവസം തന്നെ പക്ഷേ ഓർഡർ ചെയ്യണം എന്നാണ് അതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് വേണം ഇനി അടുത്ത ഓപ്ഷൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. റീസെന്റ് ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു അടിപൊളി ഷോപ്പാണ് കേട്ടോ. ഫസ്റ്റ് പറയാനുള്ളത് ഇവിടുത്തെ ആംബിയൻസ്, അത് ഒരു രക്ഷയില്ല, നല്ല ആംബിയൻസ് ആയിരുന്നു. അത് കൂടാണ്ട് ഇവിടുത്തെ സർവീസ് ഒരു 10 റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയ സർവീസ് ആയിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് അങ്ങനെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഒന്നും കിട്ടില്ല കേട്ടോ. കൂടുതൽ ഷവർമ അതേപോലെ സാൻഡ്വിച്ചസ് ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെ വേണം എന്നുള്ള ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോരുത്തർക്കും ഓരോന്നാണ് ഫേവറേറ്റ്. ഇവിടുത്തെ ക്ലബ് സാൻഡ്വിച്ച് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. പണ്ടൊക്കെ ഇവിടെ ചട്ടിച്ചോറൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം അതൊന്നുമില്ല. ഇവിടുത്തെ കുക്ക് നാട്ടിൽ പോയിരിക്കുകയാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതാ ഓർഡർ ചെയ്യാണ്. ഓരോ സാധനങ്ങളൊക്കെ ചോദിച്ച് ഓർഡർ ചെയ്തു. എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ ഇതാ വന്നിട്ടുണ്ട്. നമ്മൾ ഫലാഫിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫലാഫിൽ കഴിക്കാനായിട്ട്. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് കട്ട്ലേറ്റിനാണ് ഈ ഫലാഫിൽ എന്ന് പറയുന്നതാണ്. പിന്നെയാണ് മനസ്സിലായത് രണ്ട് ധ്രുവത്തിൽ കിടക്കുന്ന സാധനങ്ങളാണെന്നുള്ളത്. അതിനുശേഷം നമ്മളെ ഷവർമ വന്നിട്ടുണ്ട്. ഷവർമ സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ പ്ലേറ്റ് ഷവർമയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ബട്ടർ നാനും പിന്നെ അതേപോലെ ഗീ റൈസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കടായി ചിക്കനാണ് നമ്മൾ കറി ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം പുറത്തിറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നട്ടപ്പൊരി വെയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം അങ്ങനെ തണലത്തൊക്കെ പോയി നിന്നു. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ച് ഈ മരം ആലാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് അറിയെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്, ആലാണെന്ന് തോന്നുന്നു. അതിനുശേഷം നേരെ നമ്മൾ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഈവനിങ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനുണ്ട്. പിന്നെ ഈവനിങ് പോകുന്നത് മെയിനായിട്ട് ഞങ്ങൾക്ക് വാൾഡ്രോബ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആകെ ഒറ്റ വാൾഡ്രോബ് ബിൽഡിൻ വാൾഡ്രോബേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് വാൾഡ്രോബൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അതുകൊണ്ട് സാധനങ്ങളൊക്കെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ഒന്നും നമ്മളങ്ങനെ അറേഞ്ച് ചെയ്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇനി വാൾഡ്രോബൊക്കെ വന്നതിന് ശേഷം വേണം എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലേക്കുള്ള ഓരോ സാധനങ്ങളും ഞങ്ങളിതാ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം നമ്മളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മൂവിങ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഓരോ സാധനങ്ങളും വാങ്ങിക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തന്നെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് കിച്ചണിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇത്രയ്ക്ക് വലിയ പെട്ടിയിലുള്ള സാധനങ്ങളൊന്നും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു പെട്ടീൻ്റെ 3/4 ഭാഗം ഈ ഒരു ബബിൾ ഷീറ്റായിരുന്നു. എന്നിട്ട് ഞാനിത് അതൊക്കെ ഇങ്ങനെ പൊളിച്ച് നോക്കുകയാണ്. ഇനി ഞാൻ ഓർഡർ ചെയ്യാത്ത എന്തെങ്കിലും സാധനങ്ങൾ എക്സ്ട്രാ കയറി വന്നോ ആയിരുന്നു എൻ്റെ ഡൗട്ട്.
അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് തന്നെ ബബിൾ ഷീറ്റൊക്കെ കുറച്ചൊക്കെ ഇങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞു. എന്നിട്ട് നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഈ ഒരു എക്സ്റ്റൻഷനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എക്സ്റ്റൻഷൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇവിടെ കിച്ചണിലൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലഗ് പോയിന്റ്സേ ഉള്ളൂ കേട്ടോ. നമുക്കാണെങ്കിൽ ഒരുപാട് ഇലക്ട്രിക്കൽ സാധനങ്ങൾ കിച്ചണിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എക്സ്റ്റൻഷൻ എക്സ്ട്രാ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിനൊരു ഓൺ ഓഫ് ബട്ടൺ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെക്സ്റ്റ് ഐറ്റം ഈ ഒരു ബ്രഷാണ് കേട്ടോ. ഇത് നമുക്ക് ബോട്ടിലൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള ബ്രഷാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സാധനമാണ് ബോട്ടിൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോട്ടിൽസ് എവിടെ കണ്ടാലും വാങ്ങിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ബോട്ടിൽസിൻ്റെ എണ്ണം കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൈപ്പിലുള്ള ബ്രഷസ് ആണ് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഐറൂണിൻ്റെ ബോട്ടിൽസിനുള്ള കുഞ്ഞു ബ്രഷസും മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഡസ്റ്റ് പാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ബ്രഷും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വന്നിട്ട് സിലിക്കോൺ ബ്രഷാണ്. ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ബോട്ടിൽസിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇട്ട് കഴുകാൻ അടിപൊളിയാണ്. കാരണം അത്യാവശ്യം നീളം കൂടി ഉണ്ട് കേട്ടോ അതിന്. അതുകൊണ്ട് തന്നെ വലിയ ബോട്ടിൽസൊക്കെ കഴുകാൻ ഭയങ്കര ഈസിയാണ്. പിന്നെ ഈ ഒരു സിസേഴ്സാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പത്ര സാധനങ്ങളൊക്കെ ഈ ഒരു പെട്ടീൻ്റെ അകത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഐക്കയിലാണ് പോയത് കുറച്ച് വാൾഡ്രോബ്സ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഫൈനലി ഞങ്ങൾ ഹോം ബോക്സിനാണ് കേട്ടോ വാൾഡ്രോബ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെറിയ രീതിയിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ, സീ യു, ടേക്ക് കെയർ.